നമുക്ക് ഫെസ്റ്റിലെ സെക്ഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് കുട്ടികളെ സെക്ഷനായിട്ട് തിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ കുട്ടികൾ ഓരോ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് ഇതുപോലെ കുട്ടികളെ സെക്ഷനായിട്ട് തിരിക്കാനുള്ളതാണ് സെക്ഷൻ. നമുക്ക് കാൻഡിഡേറ്റ്സിൻ്റെ താഴെ സെക്ഷൻസ് ഒന്ന് കാണാൻ കഴിയും. ഡിഫോൾട്ടായിട്ട് ഇവിടെ ക്ലാസ് വന്നിട്ടുണ്ടാവും. ക്ലാസ്സിൽ 1 മുതൽ 12 വരെ ക്ലാസ്സുകൾ വന്ന് കാണാൻ കഴിയും. അതുപോലെ സ്ട്രീം വന്നത് കാണാൻ കഴിയും. സ്ട്രീം കൊമേഴ്സ്, സയൻസ് ഇതുപോലെ സ്ട്രീം കാണാൻ കഴിയും. അതായത് നമ്മുടെ കുട്ടികളെ ഒന്ന് സെക്ഷനാക്കി തിരിക്കുക. നമുക്കിപ്പോൾ ഇനി എന്ത് ചെയ്യണം, കുട്ടികളെ 1A 2A ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്യാം. സെക്ഷൻ്റെ പേര് ഡിവിഷൻ എന്ന് കൊടുക്കുന്നു. ക്ലാസിഫിക്കേഷൻ നെയിം ഡിവിഷൻ എന്ന് കൊടുക്കുന്നു. ഇതിന് സെക്ഷൻ്റെ പേര് 1A. നമുക്ക് ബാക്കിയുള്ളതിന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ജസ്റ്റ് ആദ്യത്തെ ഒരു സെക്ഷൻ നെയിം മാത്രം കൊടുക്കുക, സേവ് ചെയ്യാം. നമുക്ക് ഇവിടെ വന്ന് കാണാൻ കഴിയും ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ക്ലാസിഫിക്കേഷൻ വന്ന് കാണാൻ കഴിയും. അതിൽ നമുക്ക് വേറെ 1B അതുപോലെ വേണമെങ്കിൽ 2A ഇതുപോലെ ഓരോ ഡിവിഷൻസ് ആയിട്ട് തിരിക്കുക നമുക്ക് കാണാം. ഇതുപോലെ നമുക്ക് ഓരോ ഡിവിഷൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിക്കുന്നതാണ്, ഓരോ കുട്ടികൾ ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി ഈ സെക്ഷനിലേക്ക് എങ്ങനെ കാൻഡിഡേറ്റ്സിനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. കാൻഡിഡേറ്റ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ സെക്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഓൾറെഡി കാൻഡിഡേറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻസിൻ്റെ പേജിലേക്ക് വന്നതിന് ശേഷം ഡിവിഷൻ 1A ഇവിടെ ആഡ് കാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ട കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. സെലക്ട് ഓൾ ഓപ്ഷൻ ഉണ്ട്. ശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ സെക്ഷനിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെക്ഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാൻഡിഡേറ്റ്സിനെ ഇവിടെ ഫിൽട്ടർ ചെയ്യാനും ഒക്കെ എളുപ്പമാവുകയും ചെയ്യും. ഇവിടെ സെക്ഷൻസിലേക്ക് പോയിട്ട് ഓരോ സെക്ഷൻ ഡിവിഷൻ ഇവിടെ സെക്ഷൻ വെച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞു.